പിന്നെ മെയിൻ ഒരു സംഭവം വെച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് കേട്ടോ. ഒരു വീട്ടില് എത്രത്തോളം കിച്ചൺ ആയിരിക്കും? ഡിസ്പ്ലേ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, പിന്നെ തനിനാടൻ കിച്ചൺ. അതെ, തനിനാടൻ കിച്ചൺ. അതെ, പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം കൂടി ഇതൊന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ടായി പോയി. ആകെ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ ഞങ്ങളുടെ സ്റ്റോറും, ഞങ്ങളുടെ ഡിസ്പ്ലേ കിച്ചൺ, ഞങ്ങളുടെ വർക്കിംഗ് കിച്ചൺ എല്ലാം ഈ കിച്ചണാണ്. അപ്പൊ വരുന്നവരത് ചോദിക്കലുണ്ട്, ആകെ ഒരു കിച്ചൺ വെച്ച് സ്റ്റോർ റൂം ഇല്ലാതെ നീ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊക്കെ. പക്ഷെ അതിനുള്ള ഒരുവിധം എല്ലാ ഷെൽഫും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് പുൾ ഔട്ട്, പിന്നെ വിക്കർ ബാസ്ക്കറ്റ്, പിന്നെ ടോൾ യൂണിറ്റ്, കട്ട്ലറി യൂണിറ്റ്സ്, പിന്നെ ഈ മസാല ബോക്സസ് ഒക്കെ വെക്കാനുള്ളത്, പിന്നെ അരി അങ്ങനത്തെ സംഭവം വെക്കാനുള്ള, അങ്ങനെ കുറെ ഷെൽഫുകൾ വേണ്ടിയിട്ട് വെക്കാനുള്ള നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് 4 ഒക്കെ ചെയ്യുന്നതിന്റെ അതേ ഒരു കോസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്ത് തന്നെ ഉള്ള സ്ഥലത്തിൽ തന്നെ പരമാവധി സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് പരമാവധി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതൊരു സ്പേസ് പോലും വെറുതെ കളഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരുടെയും ഒരു ചോദ്യമായിരിക്കുമല്ലോ, ഇതൊന്നും ഉണ്ടാവില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. കാരണം നമ്മൾ 1 വർഷം 1.5 വർഷം ഉപയോഗിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഉറപ്പിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഡിസൈൻ, അതായത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കൊന്നും പറയാൻ പറ്റില്ല സക്സസ് ആവോ ഫെയിലിയർ ആവോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ 1.5 വർഷം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അതൊരു ഫോണാണ്. അതെ, സ്റ്റോർ റൂമിനൊക്കെ പകരം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ടോൾ യൂണിറ്റ് ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിൽ പോകും. പിന്നെ വേറെയും കുറെ ഷെൽഫ്സ് ഒക്കെ ഇതിൽ ഉണ്ട്. പിന്നെ ആവശ്യമില്ലാതെ നമ്മളൊരു സ്റ്റോർ റൂം വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഡംപ് ചെയ്യും. അത് നമ്മൾ വൃത്തികേടാവാതിരിക്കാൻ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്. കാരണം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഡംപ് ചെയ്ത് അവസാനം വൃത്തികേടാവും. അപ്പൊ നമുക്ക് അങ്ങനത്തതില്ല. നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനത്തിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കും. വൃത്തികേടാക്കണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്കാം കേട്ടോ. അതിപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ആക്കും. പക്ഷെ അതിനകത്ത് ഇതാണ്, കൊടുന്ന് വെക്കാൻ സ്ഥലം കൂടിയും വേണമല്ലോ. അപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു പാത്രം വാങ്ങിക്കുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കും, ഓക്കെ ഇത് വാങ്ങി എവിടെ വെക്കും. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ അത് വാങ്ങുള്ളൂ.